അപ്പൊ നമസ്കാരം. നമുക്ക് വരവ് സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വരവ് സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ട് 5 ദിവസമായി. വരവ് സിനിമ ഇപ്പൊ ഫുട്ബോളൊക്കെ വേൾഡ് കപ്പ് ഒക്കെ ഫൈനൽ ആ ടൈമൊക്കെ ആയപ്പോ ആൾക്കാരൊക്കെ പിന്നെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ. നമസ്കാരം. ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന വരവ് സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. വരവ് സിനിമ ഞാൻ റിലീസിന്റെ പിറ്റേന്ന് പോയി കണ്ടു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് ചോദിച്ചാൽ വൺ ഡേ വാച്ചുകൾ, വലിയ സംഭവമൊന്നുമില്ല. ഷാജി കൈലാസ് സാറിന്റെ അതേപോലത്തെ പഴയ സംഭവമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ പുതിയ പഴയ കുപ്പി, പഴയ വീഞ്ഞ് പഴയ കുപ്പി എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ്. പുതിയ കുപ്പിയിലേക്ക് ആക്കിയിട്ടില്ല. പിന്നെ കുറെ അടിയോടടി ഇപ്പൊ ഇതൊരു അടിപ്പടമാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ഒരു കാര്യമല്ല. സ്വാഭാവികമായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ഇപ്പൊ പല ആൾക്കാരെ, ഇപ്പം അശ്വന്ത് ഒക്കെ പല ആൾക്കാർ ഈ സിനിമയെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ കാര്യം, അവർ വിമർശിക്കട്ടെ. അപ്പൊ ഈ പടം പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്, അതൊക്കെ ഓക്കെ. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. പിന്നെ ഈ റിവ്യൂ മാത്രം കണ്ടിട്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഷാജി കൈലാസ് സാർ ഇതേപോലെ പിറ്റേ ദിവസം തന്നെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇവരുടെ റിവ്യൂവിന് എനിക്ക് ഈ പടം ഞാൻ ഇനി എന്തായാലും തിരിച്ചു വരും, എനിക്ക് ഈ പടം പഴയതുപോലെ ഉണ്ടായി, ഇനി എന്റെ പടം അടുത്ത പടത്തെ എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും എന്ന് പറഞ്ഞ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ പടം പൊട്ടിപ്പോയി എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഇത് ശരിയായില്ല, ഞാൻ അടുത്തത് ശരിയാക്കാം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇത് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർമാർ അവസ്ഥ ആലോചിച്ച് നോക്കണം. സാധാരണ ഇത് ഷാജി കൈലാസുകാരന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. കാരണം ഒരു OTT വരുമ്പോഴെങ്കിലും, വിമർശനങ്ങൾ വരുമ്പോഴെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങളാണ്. ഒരു ഡയറക്ടർ തന്നെ വന്നിരുന്നിട്ട് ഈ പടം ഇതേപോലെ ഞാൻ അടുത്ത പടത്തിൽ എന്തായാലും ഞാൻ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കും, അടുത്ത പടത്തിനകത്താണെങ്കിൽ വലിയ സംഭവമൊക്കെ ആക്കാം എന്ന് പറയുമ്പോൾ, അടുത്ത പടം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത പടത്തിന് ഇനി ആര് പൈസ മുടക്കും, ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഇങ്ങനെ ഒരു സ്വന്തം ആള് തന്നെ എന്റെ ലൈഫിൽ അതെയാണ്. നമ്മൾ ഇത്രയും എത്ര ഇതിനെക്കാട്ടിയൊക്കെ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആയ സിനിമ പോലും ഈ നിലവിലുണ്ട്. അവരുടെ ഡയറക്ടർ പോലും ഒരിക്കലും വന്നിരുന്നിട്ട് ഇത് ഞാൻ ചെയ്തത് ശരിയായില്ല, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടിന്റെ അന്ന് വന്നിട്ട് ഈ ഓടിച്ച് ഇത് ശരിയായിട്ടില്ല ഞാൻ ചെയ്തത്, ഞാൻ അടുത്ത പടത്തിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കും എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ട് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താണ്? ഈ സിനിമ കൊള്ളില്ല എന്നാണ്. അത് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ്. ഇത് പൈസ മുടക്കിയവർക്ക് അതിന്റെ ഒരു ദണ്ണമുണ്ട്. അതൊരിക്കലും പാടില്ല. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലയോ സാർ? എല്ലാം കിട്ടി. പിന്നെ അതേപോലെ ജോർജിനെ കുറിച്ച് കുറെ അപവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 16 ഫോൺ എറിഞ്ഞു പൊട്ടിച്ച്, അതൊക്കെ ഫേക്ക് ആണ് കേട്ടോ. അതൊക്കെ ന്യൂസൊക്കെ, അതൊക്കെ ചുമ്മാ കൊടുക്കുന്നത്. കാരണം ഞാൻ ഇത്ര കുറച്ച് പറയാനുള്ള കാരണം, ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് മാസം ഇത് ഈ സംഭവം ഇനി നടന്നിട്ടില്ല. പക്ഷെ ഈ പടത്തിനെ കുറിച്ച് സ്വന്തം ഡയറക്ടർ തന്നെ ഇനി അടുത്ത പടത്തിന് ശരിയാക്കാന്ന് പറയുമ്പോൾ, അത് എന്തും വേണ്ടി നിലവാരം കുറഞ്ഞൊരു മറുപടിയാണെന്നറിയാം. കാരണം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഈ പടം ശരിയായില്ല, ഞാൻ അടുത്ത പടത്തിലെല്ലാം ശരിയാക്കാം, അത് തെറ്റുകളൊക്കെ തിരുത്താം, അതൊക്കെ പറയാം. അത് ഒരിക്കലും ശരിയായില്ല. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. കാരണം പൈസ മുടക്കി 10-30 കോടി രൂപ മുടക്കിയ പടമല്ലേ ഇത്. അപ്പൊ മുടക്കുമ്പം ഒരു OTT വന്നതിന് ശേഷം ഒരു OTT 2-3 ദിവസം ഓടിയതിനു ശേഷം ഒക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേണ്ടത്. ഇത് തിയേറ്ററിൽ കിടന്ന രണ്ടിന്റെ അന്നാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. എന്തായാലും ഇത് വളരെ മോശമായി പോയി എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പ്രൊഡ്യൂസർ സൈഡിൽ നോക്കുമെങ്കിൽ അവരുടെ അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യം അത് പറഞ്ഞിട്ടും ശരിയായില്ല. അപ്പൊ എന്തായാലും ശരി, ഞാനത് ഓക്കെ.